Here we discuss an important theorem concerning linear transformations or linear operators on vector spaces called Rank-Nullity Theorem. Consider two vector spaces V and W over the field capital F. V and W are vector spaces and assume that they are finite dimensional vector spaces over the same field capital F. And small f from V to W is a linear transformation. Then Rank-Nullity Theorem states that dimension of image of F plus dimension of kernel of F equal to dimension of V. Dimension of image of F is known as rank of F. Dimension of kernel of F is known as nullity of F. So rank of plus nullity F equal to dimension V. It is called a Rank-Nullity Theorem. Okay. So we can let us define these terms. We know kernel of F is a subspace of the vector space V. If F from V to W is a linear transformation, then kernel of F is a subspace of V. Kernel of F means the set of all elements in V which are mapped to 0. That is, the image of V1, image of V2, image etc. image of Vk are the element 0. ഏതൊക്കെ എലമെന്റ്സ് ആണോ വിയിൽ നിന്നും ഡബ്ല്യുവിൽ സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്നത് ആ എലമെന്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ കേർണൽ ഓഫ് എഫ് അല്ലെങ്കിൽ നൾ സ്പേസ് ഓഫ് എഫ് എന്ന് പറയുക. അപ്പോൾ കേർണൽ ഓഫ് എഫിൽ എലമെന്റ്സിന്റെ ഇമേജസ് എല്ലാം സീറോസ് ആയിരിക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ കേർണൽ ഓഫ് എഫ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് വി ഇൻ ക്യാപിറ്റൽ വി സച്ച് ദാറ്റ് എഫ് ഓഫ് വി ഈസ് സീറോ. സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്ന ക്യാപിറ്റൽ വിയിലെ ഏതൊക്കെ വെക്ടേഴ്സ് ആണോ ഉള്ളത് അതെല്ലാം കേർണൽ ഓഫ് എഫിൽ ഉണ്ടായിരിക്കും. അപ്പോൾ കേർണൽ ഓഫ് എഫ് സബ്സ്പേസ് ഓഫ് വി ആണ്. സപ്പോസ് ഡയമെൻഷൻ ഓഫ് വി ഈസ് എൻ ആൻഡ് ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫ് ഈസ് കെ എന്നെടുക്കുക. അതായത് ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫിനെയാണ് നമ്മൾ നള്ളിറ്റി ഓഫ് എഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നള്ളിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത് കെ ആണ്. അപ്പോൾ ഈ കേർണൽ ഓഫ് എഫിന്റെ ബേസിസിൽ കെ എലമെന്റ്സ് ഉണ്ടാവും. കേർണൽ ഓഫ് എഫിന്റെ ബേസിസിൽ കെ എലമെന്റ്സ് ഉണ്ടാവും. അങ്ങനെയാണ് അതിന്റെ ഡയമെൻഷൻ കെ എന്ന് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഡയമെൻഷൻ എന്ന് പറയുന്നത് അതിന്റെ ബേസിസിലെ എലമെന്റ്സിന്റെ എണ്ണമാണ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫ് കെ ആയതുകൊണ്ട് അതിന്റെ ബേസിസിൽ കെ എലമെന്റ്സ് ഉണ്ടാകും. ആ എലമെന്റ്സിന് നമ്മൾ V1, V2, V3 എക്സെട്ര Vk എന്ന് വിളിച്ചു. അതിന്റെ എല്ലാ ഇമേജസും 0 ആണ്. കാരണം അത് കേർണൽ ഓഫ് എഫിലാണ് കിടക്കുന്നത്. എഫ് ഓഫ് V1 ഈസ് 0, എഫ് ഓഫ് V2 ഈസ് 0 എക്സെട്ര എഫ് ഓഫ് Vk ഈക്വൽ ടു 0. അത് കേർണലിന്റെ ബേസിസിലെ വെക്ടേഴ്സ് ആണ്. അത് കേർണൽ ഓഫ് എഫിലായതുകൊണ്ട് അതിന്റെ എല്ലാ ഇമേജസും 0 ആയിരിക്കും. സോ നമ്മുടെ അസംഷൻസ് ഇതാണ്. ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് n ആണ്, നള്ളിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത് k ആണ്. അപ്പോൾ ഈ തിയറം പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റാങ്ക് ഓഫ് എഫ് പ്ലസ് നള്ളിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത് k ആണ് നമ്മൾ എടുത്തു. ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് n ആയിരിക്കും. സോ ഇറ്റ് റിമെയിൻസ് ടു ഷോ ദാറ്റ് റാങ്ക് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? n മൈനസ് കെ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് റാങ്ക് ഓഫ് എഫ് ഈസ് n മൈനസ് കെ. രണ്ട് കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്തു. ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫ്, അതായത് നള്ളിറ്റി ഓഫ് എഫ് കെ ആണെന്നും ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു n ആണെന്നും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റാങ്ക് നള്ളിറ്റി തിയറം റാങ്ക് ഓഫ് പ്ലസ് നള്ളിറ്റി ഓഫ് എഫ് ഈക്വൽ ടു ഡയമെൻഷൻ വി എന്ന് പ്രൂവ് ചെയ്യാൻ ഇത്രയും നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. റാങ്ക് ഓഫ് എഫ് ഈസ് n മൈനസ് കെ. അതായത് ഇതിന്റെ ഇമേജസിൽ എഫിന്റെ ഇമേജ് ആയിട്ട് വരുന്ന സെറ്റിന്റെ ബേസിസിൽ എത്ര എലമെന്റ്സ് വേണം? n മൈനസ് കെ എലമെന്റ്സ് വേണം എന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് ആണ് നമ്മുടെ റാങ്ക് ഓഫ് എഫ്. അത് n മൈനസ് കെ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഈ ഇമേജ് ഓഫ് എഫിന്റെ ബേസിസിൽ n മൈനസ് കെ വെക്ടേഴ്സ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഏതൊക്കെയാണ്? ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു n ആണ്. ഡയമെൻഷൻ ഓഫ് the kernel of f k ആണ്. We have to prove that the dimension of image of f is n minus k. So dimension of v is n and dimension of kernel of f is k, which means kernel of f ന്റെ ബേസിസിൽ k elements ഉണ്ട്. say v1, v2, v3 etc. vk. kernel of f v യുടെ ഒരു സബ്സ്പേസ് ആണ്. ഇപ്പോൾ വലിയ സ്പേസ് ആണ് വി, അതിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്പേസ് ആണ് കേർണൽ ഓഫ് എഫ്. കേർണൽ ഓഫ് എഫിൻ്റെ ബേസിസിൽ കെ എലമെന്റ്സ് ഉണ്ട് എക്സെട്ര വി കെ. അപ്പോൾ അതിന്
വിയുടെ അതായത് വലിയ സെറ്റിൻ്റെ ബേസിസിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ കുറച്ച് എലമെൻറ്റ്സ് കൂടി ആഡ് ചെയ്താൽ എന്താകും? അത് വിയുടെ ബേസിസ് ആകും. വിയുടെ ഡയമെൻഷൻ ഓൾറെഡി n ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ സബ്സ്പേസിൻ്റെ ഡയമെൻഷൻ k ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ കെയിൽ നിന്നും എന്നിലേക്ക് എത്താൻ നമുക്ക് n-k വെക്ടേഴ്സ് കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വിയുടെ ഡയമെൻഷൻ n ആയതുകൊണ്ടും കേർണൽ ഓഫ് എഫിൻ്റെ ഡയമെൻഷൻ k ആയതുകൊണ്ടും v1 v2 v3 എക്സെട്ര vkയോട് കൂടി n-k വെക്ടേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ബേസിസിൽ n വെക്ടേഴ്സ് കിട്ടും. അപ്പോൾ ഈ ആഡ് ചെയ്യുന്ന വെക്ടേഴ്സ് vk+1 vk+2 എക്സെട്ര vn ആണെന്ന് വിചാരിക്കും. v1 v2 v3 എക്സെട്ര vk കേർണൽ ഓഫ് എഫിൻ്റെ ബേസിസിലാണ്. അതിനോടുകൂടി n-k വെക്ടേഴ്സ് അതായത് vk+1 vk+2 എക്സെട്ര vn എന്ന് പറയുന്ന വെക്ടേഴ്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ അത് വിയുടെ ബേസിസ് ആയിട്ട് മാറും. ഓക്കെ, എവരി basis of the subspace can be extended to the basis of the original space by attaching some more elements. ഇവിടെ നമ്മൾ n-k വെക്ടേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ vk+1 vk+2 എക്സെട്ര vn കൂടി നമ്മൾ ഇവിടെ vk+1 vk+2 എക്സെട്ര vn ഇത്രയും എലമെന്റ്സ് ആണ് നമ്മുടെ വിയുടെ ബേസിസിലുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇമേജസ് എല്ലാം എവിടെ കിടക്കും? v1ൻ്റെ ഇമേജ് f of v1 f of v2 എക്സെട്ര f of vk, പിന്നെ f of vk+1 f of vk+2 എക്സെട്ര f of vn. ഈ ഇമേജസ് എല്ലാം കിടക്കുന്നത് ഡബ്ല്യുവിലാണ് അല്ലേ? വിയിൽ നിന്ന് ഡബ്ല്യുയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് എഫ് എങ്കിൽ ഇവിടെ കിടക്കുന്ന എലമെന്റ്സിന്റെ എല്ലാം ഇമേജ് ഡബ്ല്യുയിൽ വരും. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന ഇതാണ്. നമ്മൾ ആഡ് ചെയ്ത വെക്ടേഴ്സ് ഉണ്ട് vk+1 vk+2 എക്സെട്ര vn. അതിൻ്റെ ഇമേജസ് കിടക്കുന്നതെല്ലാം ഡബ്ല്യുവിലാണ്. എഫ് ഓഫ് v1 0 ആണെന്ന് നമുക്കറിയാം, എഫ് ഓഫ് v2 0 ആണെന്ന് അറിയാം, എക്സെട്ര എഫ് ഓഫ് vk 0 ആണ്. കാരണം അതെല്ലാം കേർണലിലെ എലമെന്റ്സ് ആണ്. കേർണലിലെ എലമെന്റ്സിന്റെ ഇമേജസ് എല്ലാം 0 ആണ്. ഇപ്പോൾ റിമെയിൻ ചെയ്യുന്നത് എഫ് ഓഫ് vk+1 എഫ് ഓഫ് vk+2 എക്സെട്ര എഫ് ഓഫ് vn എന്ന് പറയുന്ന n-k വെക്ടേഴ്സ് ഉണ്ട്. ഈ വെക്ടേഴ്സ് ആണ് നമ്മുടെ ഇമേജ് ഓഫ് എഫിന്റെ ബേസിസിലുള്ളത് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് the n-k vectors f of vk+1 f of vk+2 etc f of vn form a basis for the image of f. So നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇമേജ് ഓഫ് എഫിന്റെ ബേസിസിൽ കിടക്കുന്ന എലമെന്റ്സ് എഫ് ഓഫ് vk+1 എഫ് ഓഫ് vk+2 എക്സെട്ര എഫ് ഓഫ് vn ആണെന്ന് പ്രൂവ് ചെയ്താൽ അവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്? n-k എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഡയമെൻഷൻ n-k ആകും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ബേസിസിലാണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, അതുപോലെ അത് അതിൻ്റെ ഇമേജ് ഓഫ് എഫിനെ സ്പാൻ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് ബേസിസ് ആകാൻ വേണ്ട മെയിൻ കണ്ടീഷൻസ്. അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ λk+1 ഇൻറ്റു f of vk+1 plus λk+2 into f of vk+2 plus etc plus lambda n into f of vn. ഈ ലീനിയർ കോമ്പിനേഷൻ 0 ആണെങ്കിൽ അതിൻ്റെ എല്ലാ കോഎഫിഷ്യൻസും 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ സോ വി അസ്യൂം ദാറ്റ് any linear combination of the vectors f of vk+1 f of vk+2 etc f of vn is 0. അപ്പോൾ എഫ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റൻസിനെ അകത്തേക്കും എടുക്കാം പുറത്തേക്കും എടുക്കാം. സോ ദിസ് ഈസ് എഫ് ഓഫ് λk+1 ഇൻറ്റു vk+1 പ്ലസ് λk+2 ഇൻറ്റു vk+2 പ്ലസ് എക്സെട്ര പ്ലസ് λn vn ഈക്വൽ ടു 0 എന്നെഴുതാം. സിൻസ് എഫ് ഈസ് ലീനിയർ. ഈ എലമെന്റിനെ നമ്മൾ ആൽഫ എന്ന് വിളിച്ചു. സേ എഫ് ഓഫ് ആൽഫ ഈസ് 0 വേർ ആൽഫ എന്ന് പറയുന്നത് λk+1 vk+1 λk+2 vk+2 എക്സെട്ര λn bn ഈക്വൽ ടു 0 എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ ആൽഫ എന്ന് വിളിച്ചു. പക്ഷെ എഫ് ഓഫ് ആൽഫ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആൽഫ ബിലോങ്സ് ടു കേർണൽ ഓഫ് എഫ്. കാരണം ഏതൊക്കെ എലമെന്റ്സിനെ 0 മാപ്പ് ചെയ്യുന്നു ആ എലമെന്റ്സ് എല്ലാം കേർണൽ ഓഫ് എഫിലാണ്. സോ ആൽഫ കേർണൽ ഓഫ് എഫിലെ എലമെന്റ് ആണെന്ന് നമുക്ക് അറിയാം. ആൽഫ കേർണൽ ഓഫ് എഫിലെ എലമെന്റ് ആണെങ്കിൽ കേർണൽ ഓഫ് എഫിന്റെ ബേസിസ് ആണ് v1 v2 എക്സെട്ര vk എന്ന് പറയുന്നത്. അപ്പോൾ അത് ബേസിസിലെ എലമെന്റ് ആയതുകൊണ്ട് കേർണൽ ഓഫ് എഫിൽ വരുന്ന ഏതൊരു വെക്ടറിനെയും അതിന്റെ ബേസിസ് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതും. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? λk+1
into vk plus 1 plus lambda k plus 2 into vk plus 2 plus etc. plus lambda n vn ആയിട്ടാണ് നമ്മൾ ആൽഫാനെ എടുത്തിരിക്കുന്നത്. സിൻസ് ആൽഫ ഈസ് ഇൻ കേർണൽ ഓഫ് എഫ്, this can be written as a linear combination of v1 v2 etc. vk. So it is lambda 1 v1 plus lambda 2 v2 plus etc. plus lambda k vk എന്ന് കൂടി എഴുതാം. കാരണം every element of the kernel can be expressed as a linear combination of the elements in the basis of the kernel. So we get this as lambda 1 v1 plus lambda 2 v2 plus etc. plus lambda k vk plus minus lambda k plus 1 into vk plus 1 plus minus lambda k plus 2 into vk plus 2 plus etc. plus minus lambda n vn equal to 0. ഇതെല്ലാം കൂടെ ഒറ്റ സൈഡിലേക്ക് എടുത്തു. പക്ഷേ നമുക്കറിയാം v1 v2 etc. vk vk plus 1 vk plus 2 etc. vn ഇതെല്ലാം കൂടി ചേരുന്നതാണ് വിയുടെ ബേസിസ്. ബേസിസിലെ എലമെന്റ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ v1 v2 etc. vk vk plus 1 vk plus 2 etc. vn ഇതെല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ലീനിയർ ഇൻഡിപെൻഡൻസിന്റെ ഡെഫിനിഷൻ വെച്ച് ഈ കോൺസ്റ്റന്റ്സ് എല്ലാം 0 ആയി പോകണം. ലാംഡ 1 0, ലാംഡ 2 0 etc. ലാംഡ k 0, ലാംഡ k plus 1 0 എക്സെട്ര ലാംഡ n 0 ഇതെല്ലാം സീറോസ് ആയിട്ട് മാറും. നമുക്ക് ആവശ്യം എന്തായിരുന്നു? നമ്മൾ ഈ ലീനിയർ കോമ്പിനേഷൻ 0 ആയിട്ട് എടുത്താൽ അതിന്റെ എല്ലാ കോഎഫിഷ്യൻസും, അതായത് ലാംഡ k plus 1 എക്സെട്ര ലാംഡ n വരെ 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ലാംഡ k plus 1 ലാംഡ k plus 2 എക്സെട്ര ലാംഡ n 0. അപ്പോൾ നമ്മൾ ഇവിടെ ആയിരുന്നു തുടങ്ങിയത്. സപ്പോസ് ലാംഡ k plus 1 ഈ കോൺസ്റ്റന്റ്സ് എല്ലാം 0 ആയിട്ട് കിട്ടിയല്ലോ. നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? lambda k plus 1 into f of vk plus 1 plus lambda k plus 2 into f of vk plus 2 plus etc. plus lambda n into f of vn 0. ഇവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ തുടങ്ങി നമ്മൾ അവസാനിപ്പിച്ചത് ലാംഡ k plus 1 0, ലാംഡ k plus 2 0 etc. ലാംഡ n 0 എന്നാണ്. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ 0 ആയാൽ അതിന്റെ എല്ലാ കോഎഫിഷ്യൻസും 0 ആണ്. അതുകൊണ്ട് എന്തായി? f of vk plus 1, f of vk plus 2 എക്സെട്ര f of vn എന്ന് പറയുന്ന ഈ n മൈനസ് കെ എലമെന്റ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ബേസിസ് ആണുള്ള ഫസ്റ്റ് കണ്ടീഷൻ അവിടെ ഓക്കെയാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? അത് കേർണൽ ഓഫ് എഫിനെ സ്പാൻ ചെയ്യുന്നുണ്ട്. അതായത് കേർണൽ ഓഫ് എഫിലെ ഏത് എലമെന്റ് എടുത്താലും അതിനെ f of vk plus 1, f of vk plus 2 എക്സെട്ര f of vn ഇത്രയും എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം എന്ന് കാണിച്ചാൽ അത് അതിനെ സ്പാൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇമേജ് ഓഫ് എഫിലെ ഒരു എലമെന്റ് നമ്മൾ എടുക്കുകയാണ്. ലെറ്റ് y ബിലോങ്സ് ടു ഇമേജ് ഓഫ് എഫ്. y ബിലോങ്സ് ടു ഇമേജ് ഓഫ് എഫ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് ഏതോ ഒരു എലമെന്റിന്റെ ഇമേജ് ആണ് y. സോ ദർ ഈസ് ആൻ x ബിലോങ്സ് ടു ക്യാപിറ്റൽ V സച്ച് ദാറ്റ് f ഓഫ് x എന്ന് പറയുന്നത് y ആണ്. ഓക്കെ, ദർ ഈസ് ആൻ x ബിലോങ്സ് ടു V സച്ച് ദാറ്റ് f ഓഫ് x ഈക്വൽ ടു y. അപ്പോൾ എക്സ് വിയിലെ മെമ്പർ ആണെങ്കിൽ എക്സിനെ വിയിലെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. സേ എക്സ് ഈസ് ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ കെ വി കെ പ്ലസ് ആൽഫ കെ പ്ലസ് 1 വി കെ പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ എൻ വി എൻ എന്ന് എക്സ്പ്രസ് ചെയ്യും. എവറി എലമെന്റ് ഓഫ് വി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ എലമെന്റ്സ് ഇൻ ദ ബേസിസ് ഓഫ് വി. ഓക്കെ, അപ്പോൾ നമ്മൾ y എന്താണെന്ന് നമുക്കറിയാം. y ഈസ് f of x ആണ്. f of x മീൻസ് f of ആൽഫ 1 v1 പ്ലസ് എക്സെട്ര f of ആൽഫ n v. f ലീനിയർ ആയതുകൊണ്ട് അതിനെ ആൽഫ 1 ഇൻറ്റു f of v1 പ്ലസ് ആൽഫ 2 ഇൻറ്റു f of v2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ k ഇൻറ്റു f of vk പ്ലസ് ആൽഫ k പ്ലസ് 1 ഇൻറ്റു f of vk പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n ഇൻറ്റു f of vn എന്നെഴുതും. ഓക്കെ, അതാണ് y. പക്ഷേ f of v1 0 ആണ്, f of v2 0 ആണ്, എക്സെട്ര f of vk 0 ആണ്. കാരണം v1 v2 എക്സെട്ര vk എല്ലാം കിടക്കുന്ന കേർണൽ ഓഫ് എഫിലാണ്. അതിന്റെ ഇമേജസ് എല്ലാം 0 ആണ്. സോ റിമൈൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കി. ഏത് y ഇമേജ് ഓഫ് എഫിൽ നിന്ന് എടുത്താലും ആ yനെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് f of vk plus 1, f of vk plus 2 എക്സെട്ര f of vn ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. Therefore,
വി കെ പ്ലസ് എഫ് ഓഫ് വി കെ പ്ലസ് 1 എഫ് ഓഫ് വി കെ പ്ലസ് 2 എക്സെട്ര എഫ് ഓഫ് വി എൻ എന്ന് പറയുന്നത് എന്തിനെ സ്പാൻ ചെയ്യും? ഇമേജ് ഓഫ് എഫിനെ സ്പാൻ ചെയ്യും. അങ്ങനെ ഇമേജ് ഓഫ് എഫിനെ സ്പാൻ ചെയ്യുന്ന n മൈനസ് കെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ആണ് എഫ് ഓഫ് വി കെ പ്ലസ് 1 എഫ് ഓഫ് വി കെ പ്ലസ് 2 എക്സെട്ര എഫ് ഓഫ് വി എൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഇമേജ് ഓഫ് എഫിൻ്റെ ബേസിസിൽ ഈ n മൈനസ് കെ വെക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നത് n മൈനസ് കെ ആണ്. ദാറ്റ് ഈസ് റാങ്ക് ഓഫ് എഫ്. ഇതിനെയാണ് നമ്മൾ റാങ്ക് എന്ന് വിളിക്കുന്നത്. റാങ്ക് ഓഫ് എഫ് ഈസ് n മൈനസ് കെ. ഓൾറെഡി നമുക്കുണ്ട് ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് n ആണ്. ആൻഡ് ഡയമെൻഷൻ അതായത് നള്ളിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത് കെ ആണ്. നോക്കി, ഡയമെൻഷൻ ഓഫ് അല്ലെങ്കിൽ റാങ്ക് ഓഫ് എഫ്, റാങ്ക് എഫ് പ്ലസ് നള്ളിറ്റി എഫ് എന്ന് പറയുന്നത്, റാങ്ക് എഫ് എന്ന് പറയുന്നത് കെ ആണ്, നള്ളിറ്റി ഓഫ് എഫ് റാങ്ക് എഫ് എന്ന് പറയുന്നത് n മൈനസ് കെ ആണ്, നള്ളിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത് കെ ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ n കിട്ടും. ദാറ്റ് ഈസ് n ഈസ് ഡയമെൻഷൻ ഓഫ് വി. So we have rank-nullity theorem, rank of plus nullity of f equal to dimension of v. Okay.